അതുപോലെ ദലിതുമായിട്ടുള്ള ഒരു രാഷ്ട്രപതി എങ്ങനെ അപമാനിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സൂചകമാണ്. കാരണം അവർ എണീറ്റ് നിൽക്കുകയാണ്, മറ്റു രണ്ടുപേരും ഇരിക്കുകയാണ്. ആരാ എണീറ്റ് നിൽക്കുന്നത്? രാജ്യത്തിന്റെ രാഷ്ട്രപതി എണീറ്റ് നിൽക്കുകയാണ്. അവരൊരു മാലയും കൊണ്ട് ഈ അദ്വാനിജിയുടെ കഴുത്തിലേക്ക് ഇടുമ്പോ തൊട്ടപ്പുറത്തെ കസേരയിൽ പ്രധാനമന്ത്രി ഇരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും എത്രയോ മുകളിലാണ് രാഷ്ട്രപതിയുടെ സ്ഥാനം. രാഷ്ട്രപതിയുടെ സ്ഥാനം വളരെ മുകളിലാണ്. ഭരണഘടന രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന സ്ഥാനം വളരെ വളരെ മുകളിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതൊന്നുമല്ല, 125 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദ്യ നായർ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ആചാര്യ അപ്പാവ് വൈദ്യരും ഷടാനന സ്വാമികളും പ്രവർത്തനം ആരംഭിച്ച് കുറെ മുന്നോട്ട് വന്നതായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് ഉള്ള ഒരു പുതിയ രൂപത്തിലുള്ള മടങ്ങിപ്പോകൽ നമ്മൾ കാണുകയാണ്. പുതിയ രൂപത്തിലാണെന്ന് മാത്രമേ, അത് ഗൗരവമുള്ളതാണ്. ഈ നവോത്ഥാന സമിതിയിലെ അംഗമാണ് ഈ സംഘടന എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലൊരു നവോത്ഥാന സമിതിയുണ്ട്, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ നവോത്ഥാന സമിതിയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ നവോത്ഥാന പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നവോത്ഥാന സമിതിക്ക് പൊതുവിലും നവോത്ഥാന സമിതിയിലെ അംഗസംഘടനകൾക്കുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു അവാർഡ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവാർഡൊന്നും ഞാനങ്ങനെ വാങ്ങാറുമില്ല, ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഇവര് വന്ന് പറയുകയും ഇന്നത്തെ അന്തരീക്ഷമൊക്കെ ആയപ്പോൾ ഏതായാലും ഈ കർമ്മശ്രേഷ്ഠയെങ്കിൽ കർമ്മശ്രേഷ്ഠ തന്നെ അത് വാങ്ങിക്കൊള്ളാമെന്ന് വിചാരിച്ച് വന്നതാണ്. 5 വർഷക്കാലം ഞാൻ ഇതൊന്നുമല്ല യഥാർത്ഥത്തില് എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാനും കൂടെ അംഗമായിട്ടുള്ള ഗവൺമെന്റ് നടത്തി. ഒന്ന്, നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്നാണ് അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി. ഏത് ക്ഷേത്രങ്ങളിലെ? ദേവസ്വം ക്ഷേത്രങ്ങളിലെ. മറ്റു ധാരാളം സ്വകാര്യ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഓരോരുത്തരുടെയും ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൂജാരിമാരെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളും 11,000-11,000-11,000-ലധികം വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാരുണ്ടായിരുന്നില്ല. അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അടക്കം പൂജാരിമാരായി നിയമിച്ചുകൊണ്ടുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് സ്വീകരിച്ചു. ആ തീരുമാനമെടുക്കുമ്പോൾ ദേവസ്വം വകുപ്പിന്റെ ചുമതലക്കാരെന്നുള്ള നിലയിൽ ഗവൺമെന്റിന് വേണ്ടി ആ തീരുമാനത്തിൽ ആ ഫയലിൽ ഒപ്പുവെച്ചത് ഞാനാണെന്നുള്ള തികഞ്ഞ അഭിമാനം എനിക്ക് ആ കാര്യത്തെ സംബന്ധിച്ചുണ്ട്. ഒരു ചെറിയ കാര്യം മാത്രമേ ഞാൻ പറയുന്നു. അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഇങ്ങനെ അങ്ങ് തള്ളിപ്പോവാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ചെറിയൊരു കാര്യമാണോ കേരളത്തിന്റെ ചരിത്രത്തിൽ നടക്കാത്ത രീതി? ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങളിൽ ഇങ്ങനെ അബ്രാഹ്മണ പൂജാരിമാരെ നിയമിച്ചതിൽ ആഹ്ലാദം കൊണ്ട് തമിഴ്നാട്ടിലെ ഈ പിന്നോക്കക്കാരുടെ ഒരു മുന്നണിയുണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള മുന്നണി. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അന്നത്തെ മന്ത്രിയായിട്ടുള്ള എനിക്കും സ്വീകരണം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഈ അത്തരത്തിലുള്ള ഒരു സ്വീകരണ സമ്മേളനം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിലെ മരീന കടപ്പുറത്തായിരുന്നു സ്വീകരണ സമ്മേളനം. മുഖ്യമന്ത്രിക്ക് അന്നെന്തോ കാരണവശാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇത്തോച്ചാരണ സമിതി എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിലെ, അതിന്റെ പേര് തന്നെ ഒരു തമിഴ് പേരൊക്കെയാണ്. അപ്പൊ അതിൽ എന്നോട് പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെയ്തു. ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടം. ഇങ്ങനെ മരീന കടപ്പുറത്ത് ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ കാണാൻ സാധിച്ചില്ല. എല്ലാം പിന്നോക്കക്കാരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അടങ്ങുന്നതായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ അടങ്ങുന്നതായിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചാണ് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി, ആ തീരുമാനമെടുത്ത ഗവൺമെന്റിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി ആ വകുപ്പ് മന്ത്രി എന്നുള്ളത് എന്നെ ആദരിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞ കാര്യം, അതിന്റെ അധ്യക്ഷൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കണം. തമിഴിലാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ ഇനിയൊരു 100 വർഷം വേണ്ടി വരും. ഈ തീരുമാനം, ഇപ്പൊ കേരളം എടുത്ത തീരുമാനം തമിഴ്നാട്ടിൽ, നമ്മുടെ തൊട്ടടുത്താണ് തമിഴ്നാട്, അവിടെ ഇത് നടപ്പിലാക്കാൻ എന്നുവെച്ചാൽ അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ, അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ നിയമിക്കാൻ ഇനിയും ഒരു 100 വർഷം വേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അത്രയും വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെന്റിന്, പിണറായി വിജയന്റെ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇത്തരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ വർണ്ണാധിപത്യം, അതുപോലെ തന്നെ സവർണ മേധാവിത്വം,
അതുപോലെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വ വ്യവസ്ഥകൾ, അതെല്ലാം പല രൂപത്തിൽ മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നാടിന്റെ നാനാഭാഗത്തും നടക്കുന്നത് ശ്രദ്ധാപൂർവം കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയതായിട്ടുള്ള ഈ അവാർഡ് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുന്നതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ആറ്റിങ്ങിൽ എത്തുന്നത് കൊണ്ട് ആണ് ഞാൻ യഥാർത്ഥത്തിൽ നേരത്തെ ഈ ഇത് വാങ്ങി സംസാരിക്കാൻ തയ്യാറായത്. സദയം പോകാൻ അനുവദിക്കണമെന്ന് കൂടെ പ്രിയപ്പെട്ട സോമപ്രസാദിനോടും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സ്നേഹിതരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നന്ദി പ്രിയപ്പെട്ട കടകംപള്ളി. അതോടൊപ്പം നമ്മുടെ നിവേദനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നിങ്ങൾ മൊബൈൽ എടുക്കുകയും കാണുകയും കേൾക്കുകയും വിരൽ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നീക്കി വിടുകയും ചെയ്യുന്നു. നിങ്ങളിൽ എത്ര പേര് ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ ബഹുമാന്യനായ കടകംപള്ളി ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി ഒപ്പിയെടുക്കുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിൽ എത്ര പേര് മൊബൈൽ എടുത്ത് അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെ വിഷമം കൊണ്ട് പറഞ്ഞു പോയാണ്. തൊട്ടതിനും പിടിച്ചതിനും നിങ്ങളിൽ പലരും എങ്ങനെയൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ വിഷമം കൊണ്ട് പറയുകയാണ്. അത് ഞാനൊന്നും പറയുന്നില്ല മറ്റു കാര്യങ്ങളിലേക്ക്. പ്രിയപ്പെട്ടവരെ, അടുത്തതായി സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നേതാവും കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ട്രഷററുമായ ശ്രീ സോമപ്രസാദ് അവരുകളെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കടകംപള്ളി